ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിംഗിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിൽ ഗാന്ധിജി കൈസേ ബനെ എന്ന പാഠഭാഗം പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും, അതേപോലെ വർക്ക്ഷീറ്റിൽ വന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ കാണുമല്ലോ. അപ്പോഴാണ് നിങ്ങൾക്ക് പാഠഭാഗം ശരിക്കും മനസ്സിലാവുക. അതേപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനലില് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതിൽ 70% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമാകും, വലിയൊരു സപ്പോർട്ടായിരിക്കും, വലിയൊരു പിന്തുണയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ പേരും നമ്മുടെ ഈ ചാനലിലെ ക്ലാസ്സുകൾ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം, പഠിച്ചു തുടങ്ങാം അല്ലേ? ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഗാന്ധിജി की हास्य व्यंग्य भावना की जानकारी इस वाक्य में मिलती है. താഴെ നമുക്ക് 4 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരു വാക്യത്തില് ഗാന്ധിജിയുടെ ഹാസ്യവ്യംഗ്യ ഭാവന, അദ്ദേഹത്തിന്റെ ഹാസ്യ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ താഴെ തന്നിരിക്കുന്ന 4 വാക്യങ്ങളിൽ ഏതിലോ ഒന്നിലുണ്ട്. ആ വാക്യം ഏതാണെന്ന് കണ്ടുപിടിക്കാമോ? ഓരോ വാക്യമായിട്ട് നോക്കാം. അബ് സിർഫ് ഏക് ഹി ധോത്തി പെഹനൂംഗ, ഫിക്കർ മത് കരോ तुम्हारे राजा ने हम दोनों के बराबर कपड़े अकेले ही पहन रखे होंगे. अरे वाह, इसमें तो अच्छा लिखा जाता है और स्याही वगैरह भरने का झंझट भी नहीं. मेरा जीवन ही मेरा संदेश है. നോക്കൂ, ഇതിൽ ഏത് വാക്യത്തിലാണ് ഗാന്ധിജിയുടെ ഹാസ്യവ്യംഗ്യ ഭാവന കി ജാൻകാരി? ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കൂ. ഉത്തരം കിട്ടിയോ? നമുക്ക് നോക്കാം. ഫിക്കർ മത് കരോ തുമാരെ രാജാനെ ഹം ദോനോ കെ ബരാബർ കപ്പടെ പഹൻ രഖേ ഹോംഗെ. ഈ വാക്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഹാസ്യവ്യംഗ്യ ഭാവന കി ജാൻകാരി ഹെ. ഓക്കെ, എല്ലാവർക്കും ഉത്തരം ശരിയായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. സഹി വികൽപ്പ് ചുനേം. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ശരിയായിട്ടുള്ള ചോയ്സ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ചോദ്യം എന്താണ് നോക്കൂ. लेखक ने बताया है कि पहली परीक्षा में गांधी जी को 2 विषयों में 0 मिला. इससे यह संदेश मिलता है. ലേഖകൻ പറയുന്നു, ആദ്യ പരീക്ഷയിൽ ഗാന്ധിജിക്ക് 2 വിഷയങ്ങൾക്ക് 0 മാർക്കാണ് കിട്ടിയത്. इससे यह संदेश मिलता है. ഇതിൽ നിന്ന് ഈ സന്ദേശം ലഭിക്കുന്നു. ഏത് സന്ദേശമാണ് ലഭിക്കുന്നത്? कि आगे की पढ़ाई में इन विषयों को बिल्कुल छोड़ देना है. कि महात्मा बनने के लिए परीक्षाओं में पराजित होना जरूरी है. कि आगे की पढ़ाई ही बेकार है. कि छोटे छोटे पराजय जीवन की सफलता में बाधा नहीं बनती. ഈ 4 വികൽപ്പില്, ഈ 4 ചോയ്സില് ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്? അതായത് ഗാന്ധിജി ആദ്യത്തെ പരീക്ഷയിൽ 2 വിഷയങ്ങൾക്ക് തോറ്റു എന്നുള്ളതിന് ഏറ്റവും ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വാക്യം ഏതാണ്? कि छोटे छोटे पराजय जीवन की सफलता में बाधा नहीं. ചെറിയ ചെറിയ പരാജയങ്ങൾ ജീവിതത്തിന്റെ വിജയത്തിന് തടസ്സമല്ല. ഗാന്ധിജി ആദ്യ പരീക്ഷയിൽ 2 വിഷയങ്ങളിൽ തോറ്റെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പരാജയമായിരുന്നോ? ഒരിക്കലുമല്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷകളിൽ പരാജയപ്പെടുന്നത് ഒരിക്കലും നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമല്ല. എല്ലാവർക്കും അതിന്റെ ഉത്തരം മനസ്സിലായല്ലോ? ओके, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. गांधी ने फैसला कर लिया कि अब सिर्फ एक धोती ही पहनूंगा. इसका कारण क्या था? कि ഗാന്ധിജി തീരുമാനിച്ചു, ഞാൻ ഇനി ഒരൊറ്റ മുണ്ട് മാത്രമേ ധരിക്കൂ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം? ഇതാണ് നമ്മുടെ ചോദ്യം. ചോയ്സ് ആയിട്ട് തന്നിരിക്കുന്നത് നോക്കൂ. ഗാന്ധിജി കെ പാസ് കപ്പടെ ഖരീദിനെ കെ പൈസേ നഹീ ദേ. ഗാന്ധിജിക്ക് വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി ഹമേശ ഗർമി മഹസൂസ് കർത്തേ थे. ഗാന്ധിജിക്ക് എപ്പോഴും ചൂട് അനുഭവപ്പെട്ടിരുന്നു. ഗരീബോങ്കി ബുരി ഹാലത്ത് സേ ഗാന്ധിജി ഭീതർ തക് ഹിൽ ഗയേ थे. ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ദുരവസ്ഥ കണ്ട് ഗാന്ധിജിയുടെ മനസ്സ് വേദനിച്ചു. ഗാന്ധിജി സ്യാദാ കപ്പട പഹന്ന നഹീ ചാഹത്തെ थे. ഗാന്ധിജി ധാരാളം വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ ഈ 4 ചോയ്സിൽ ഏതാണ് ശരി ഉത്തരവെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഏതാണ്?
ഗരീബോं की बुरी हालत से गांधीजी फीदर तक हिल गए. പാവപ്പെട്ടവന്റെ ദുരവസ്ഥ കണ്ട് ഗാന്ധിജി വളരെയധികം വേദനിച്ചു. അതുകൊണ്ടാണ് ഗാന്ധിജി ഇനി ഒരൊറ്റ മുണ്ട് മാത്രമേ ഉടുക്കൂ എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വ്രതം എടുത്തത്. എല്ലാവർക്കും ആ ചോദ്യം ഉത്തരവും മനസ്സിലായി അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. മിലാൻ കരേം ഔർ ദേഖേംഗി ഇൻ വാക്യോ മേ കോൺ സാ തത്വ छिपा है. നമുക്ക് രണ്ട് കോളങ്ങളിലായിട്ട് കുറച്ച് സെന്റൻസുകൾ, കുറച്ച് വാക്യങ്ങളും കുറച്ച് പദങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. ഇവയെ പരസ്പരം മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കോളത്തിലുള്ള വാക്യങ്ങൾ നോക്കാം. ഗാന്ധിജിനെ തീൻ ബന്ദരോങ്കോ അപ്പനെ ജീവൻ കാ സാഥി ബനാ ലിയ. ഗാന്ധിജി തീൻ ബന്ദരോങ്കോ, മൂന്ന് മങ്കീസിനെ, മൂന്ന് കുരങ്ങന്മാരെ അപ്പനെ ജീവൻ കാ സാഥി ബനാ ലിയ, തന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരാക്കി മാറ്റി. അബ് സിർഫ് ഏക് ഹി ധോത്തി പെഹനൂങ്ക, ഇനി ഞാൻ ഒരൊറ്റ മുണ്ട് മാത്രമേ ധരിക്കൂ. ഫാൽത്തു കി ചീസെ ജമാമത് കരോ, ആവശ്യമില്ലാതെ സാധനങ്ങൾ ശേഖരിക്കരുത്, വാങ്ങരുത്. ഗാന്ധിജിനെ സഭാമേ സജ് ധജിക്കർ ആയ ലോഗോ കോ ഡാണ്ട് ദിയ. ഗാന്ധിജി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സഭയില് അണിഞ്ഞൊരുങ്ങി വന്ന ആൾക്കാരെ വഴക്കു പറഞ്ഞു. ഐ കർ ലിയാക്കി അബ് പെൻസിൽ സേ ഹി ലിഖേംഗെ, ഇനി പെൻസിൽ കൊണ്ട് മാത്രമേ എഴുതൂ എന്ന് തീരുമാനിച്ചു. पेंसिल छोटी हो जाती तो उस पर कागज का भोंगली लगाकर धागे से बांध लेते. പെൻസിൽ ചെറുതാകുമ്പോൾ അതില് പേപ്പർ ചുരുള് വെച്ച് നൂല് കൊണ്ട് കെട്ടുമായിരുന്നു. ഇങ്ങനെ 6 സെന്റൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതില് ഈ വാക്യങ്ങൾക്ക് ഏറ്റവും മാച്ച് ആവുന്ന പദങ്ങൾ നമ്മൾ അടുത്ത കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. നോക്കൂ, അവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മിതവ്യയ, സാദഗി പൂർണ്ണ ജീവൻ, अच्छाई की स्वीकृति, सहजीवियों का ख्याल, अपरिग्रह, दिखावे का तिरस्कार. അപ്പൊ ഇവിടെ ഇവിടെ ആദ്യത്തെ കോളത്തിലുള്ള വാക്യങ്ങളെ രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്ന പദങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ, അതായത് യോജിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? നോക്കൂ, ഗാന്ധിജിനെ തീൻ ബന്ദരോങ്കോ അപ്പനെ ജീവൻ കാ സാഥി ബനാ ലിയ. ഈ വാക്യത്തിന് ഏറ്റവും യോജിച്ച പദം ഈ കോളത്തിൽ നിങ്ങൾ പറഞ്ഞേ. അതെ, അച്ഛായിക്ക് സ്വീകൃതി, നല്ലത് സ്വീകരിക്കുക. ഗാന്ധിജി നല്ലത് എവിടെ കണ്ടാലും സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഈ 3 കുരങ്ങന്മാരെ കണ്ടപ്പോ അതിനെ സ്വന്തം ജീവിതത്തിന്റെ മാതൃകയാക്കി മാറ്റിയത്, സ്വന്തം ജീവിതത്തിലും ആ ആശയം പകർത്തിയത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അടുത്ത് നോക്കൂ. അബ് സിർഫ് ഏക് ഹി ധോത്തി പെഹനൂങ്ക, ഇനി ഞാൻ ഒരൊറ്റ മുണ്ട് മാത്രമേ ധരിക്കൂ. അദ്ദേഹം ആ ഒരു തീരുമാനത്തിലൂടെ ഉയർത്തിപ്പിടിച്ച ആദർശം ഏതാണ്? അതെ, സഹജീവിയോങ്ക ഖ്യാൽ, സഹജീവികളെ പരിഗണിക്കുക. മനസ്സിലാകുമല്ലോ. അടുത്ത മൂന്നാമത്തെ നോക്കൂ. ഫാൽത്തു കി ചീസേ ജമാമത് കരോ, പാഴ് വസ്തുക്കള് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കള് കളക്ട് ചെയ്യരുത്, ശേഖരിക്കരുത് അല്ലെങ്കിൽ വാങ്ങരുത്. അതെന്താണ്? അപരിഗ്രഹമാണ്. ജൈനമതം മുന്നോട്ട് വെക്കുന്ന ഫാൽത്തു കി ചീസേ ജമാമത് കരോ എന്ന അപരിഗ്രഹ ആശയവും ഗാന്ധിജി സ്വന്തം ജീവിതത്തില് പകർത്തി, അല്ലേ? അടുത്തത് നോക്കൂ. ഗാന്ധിജിനെ സഭാമേ സജ് ധജിക്കർ ആയ ലോകോങ്കു ഡാണ്ട് ദിയ. ഗാന്ധിജി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സഭയില് അണിഞ്ഞൊരുങ്ങി വന്ന ആൾക്കാരെ വഴക്കു പറഞ്ഞു. അവിടെ എന്താണ് ഗാന്ധിജി പ്രകടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം എന്താണ്? ദിഖാവേക്ക തിരസ്കാർ. അതെ, ആഡംബരത്തെ തിരസ്കരിക്കുക എന്ന ആശയമാണ് അദ്ദേഹം അവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. അടുത്ത് നോക്കൂ. തൈ കർ ലിയാക്കി അബ് പെൻസിൽ സേ ഹി ലിഖേംഗെ, ഇനി പെൻസിൽ കൊണ്ടേ എഴുതൂ എന്നുള്ള തീരുമാനത്തില് അദ്ദേഹത്തിന്റെ ആദർശം എന്താണ്? അതെ, സാദഗി പൂർണ്ണ ജീവൻ, ലളിതമായ ജീവിതം. അടുത്ത അവസാനത്തെ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, എങ്കിലും നമുക്ക് വായിക്കാം. പെൻസിൽ छोटी हो जाती तो उस पर कागज का भोंगली लगाकर धागे से बांध लेते. അവിടെ ഗാന്ധിജിയുടെ മിതവ്യയമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ കോളം മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം കൂടി ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോ ശരിയായിട്ടുള്ള ഉത്തരവുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ വായിച്ചു നോക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ചോദ്യ ഉത്തരവും നന്നായിട്ട് മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു സെന്റൻസ് മാത്രം എടുത്തിട്ട് 1 മാർക്കിന്റെ ചോദ്യമായിട്ടും ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്.
അപ്പൊ എല്ലാവരും ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഈ പ്രവർത്തികളും അതിലൂടെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതായിട്ട് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില വിശ്ലേഷണാത്മക ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ചോദ്യവും ഉത്തരവും മനസ്സിലാക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കൂ. വേ ധീരെ ധീരെ ഗാന്ധി ബനെ ഇസ്കാ മത്ലബ് ക്യാ ഹെ? അദ്ദേഹം പതുക്കെ പതുക്കെയാണ് ഗാന്ധിജി ആയത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇസ്കാ മത്ലബ് ക്യാ ഹെ? ഉത്തരം നോക്കൂ. ഗാന്ധിജിക്ക് വ്യക്തിത്വമേ കോയി ഖാസിയത്ത് നഹീ ദേ. ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിന് സവിശേഷത, ഖാസിയത്ത് എന്ന് വെച്ചാൽ പ്രത്യേകതകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും ചെറുപ്പകാലത്ത് നമ്മളെ പോലെ ഒരു വ്യക്തി തന്നെ ആയിരുന്നു. ലേക്കിൻ അപ്പനെ ജീവൻമേം ജോ ആദർശോങ്കോ ധീരെ ധീരെ അപ്പനായ. പക്ഷേ അദ്ദേഹം തന്റെ ജീവിത കാലഘട്ടത്തില്, അദ്ദേഹത്തിന്റെ ജീവിതത്തില് ജോ ആദർശോങ്കോ, ഏത് ആദർശങ്ങളെയാണോ പതുക്കെ പതുക്കെ ധീരെ ധീരെ അപ്പനായ, സ്വന്തമാക്കിയത്, ഉസ്സേ ജീവൻ ഭർ ജുഡേ രഹേ, ആ ആദർശങ്ങളോട് ജീവിതകാലം മുഴുവൻ ചേർന്ന് നിന്നു. തന്റെ ഓരോരോ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്ത ആദർശങ്ങളോട് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ചേർന്ന് നിന്നു. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം സ്വന്തം ആദർശങ്ങളെ കൈവിടിഞ്ഞില്ല. ഈസ് തരഹ് വേ ഹമാരെ ഗാന്ധിജി ബനെ. ഇങ്ങനെ അദ്ദേഹം നമ്മുടെ ഗാന്ധിജിയായി മാറി, അല്ലെ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജിനെ പെൻസിൽ സേ ലിഖ്ന ക്യോं തൈ കിയ? ഗാന്ധിജി എന്തുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് എഴുതാൻ തീരുമാനിച്ചത്? ഉത്തരം നോക്കൂ. ഗാന്ധിജി ലിഖത്തെ ബഡിയ പെൻ ചോരി ചലാ ഗയ. ഗാന്ധിജി എഴുതിയിരുന്ന ബഡിയ പെൻ, വില കൂടിയ പേന അല്ലെങ്കിൽ നല്ല പേന മോഷണം പോയി, ചോരി ചലാ ഗയ. തോ ഏക് ബच्चे से मिली പെൻസിൽ സേ ഉനോനെ ലിഖ് കർ ദേഖ. ഒരു കുട്ടിയിൽ നിന്ന് ലഭിച്ച പെൻസിൽ കൊണ്ട് അദ്ദേഹം എഴുതി നോക്കി. ഉനേ ലഗാ കി പെൻസിൽ സേ ഭി അച്ഛാ ലിഖാ ജാതാ ഹൈ. അദ്ദേഹത്തിന് തോന്നി പെൻസിൽ കൊണ്ട് നന്നായിട്ട് എഴുതാൻ കഴിയും. അവർ സ്യാഹി വഗേര ഭർനെ കി ഝഞ്ചഡ് ഭി നഹീം. മഷി മുതലായവ നിറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുമില്ല. ഝഞ്ചഡ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്, പ്രയാസം. സ്യാഹി വഗേര, മഷി മുതലായവ നിറയ്ക്കാനുള്ള ബുദ്ധിമുട്ടും ഇല്ല. ഇസ്ലിയെ ഉനോനെ പെൻസിൽ സേ ലിഖ്നാ തൈ. അതുകൊണ്ട് അദ്ദേഹം പെൻസിൽ കൊണ്ട് എഴുതാൻ തീരുമാനിച്ചു. അപ്പൊ ഗാന്ധിജി എന്തുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് എഴുതാൻ തീരുമാനിച്ചത്? അതിന്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ബച്ചുപ്പൻ മേ ഗാന്ധിജി കോ കിസ് സേ ഡർ ലഗ്താ താ ക്യോं? കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് എന്തിനോടാണ് ഭയം തോന്നിയിരുന്നത്? എന്തുകൊണ്ട്? എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാലോ. അന്ധേരേ സേ. കുട്ടിക്കാലത്ത് ഗാന്ധിജി ഇരുട്ടിനെ ഭയന്നിരുന്നു. ക്യോങ്കി ഗാന്ധിജി കോ ലഗ്താ താ കി കോയി ഭൂത് ആക്കർ ഉനെ പകഡ് ലേഗാ. ഗാന്ധിജിക്ക് തോന്നിയിരുന്നു ഇരുട്ടില് ഏതെങ്കിലും ഭൂതം വന്ന് അദ്ദേഹത്തെ പിടിക്കുമെന്ന്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നോക്കൂ. ഔരത് കി ഹാലത് ദേഖ് കർ ഗാന്ധിജിനെ ക്യാ ഫൈസല കർ ലിയ? സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോൾ ഗാന്ധിജി എന്ത് തീരുമാനമാണ് എടുത്തത്? ഫൈസല കർന, തീരുമാനമെടുക്കുക. മധുരയിലേക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹം കണ്ട സ്ത്രീയുടെ ദുരവസ്ഥയെ അദ്ദേഹത്തെ കൊണ്ട് ഏത് തീരുമാനമാണ് എടുപ്പിച്ചത്? ഉത്തരം ഔരത് കി ഹാലത് ദേഖ് കർ ഗാന്ധിജിനെ ഏക് ഹി ധോത്തി പഹന്നെ കാ ഫൈസല കർ ലിയ. സ്ത്രീയുടെ അവസ്ഥ കണ്ട് ഗാന്ധിജി ഇനി ജീവിതത്തിൽ ഒരൊറ്റ മുണ്ട് മാത്രമേ വസ്ത്രമായി ധരിക്കൂ എന്ന തീരുമാനം എടുത്തു. എല്ലാവർക്കും അത് മനസ്സിലാവുമല്ലോ പെട്ടെന്ന്. ഗാന്ധിജി കെ അനുസാർ ദേശ് കെ അധികാംശ ലോഗ് ഗരീബ് ഹോൻ തോ ഹമേ ക്യാ ക്യാ നഹീ കർനാ ചാഹിയെ? ഗാന്ധിജിയുടെ അഭിപ്രായം അനുസരിച്ച് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരായിരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല? ക്യാ ക്യാ നഹീ കർനാ ചാഹിയെ. എന്തൊക്കെയാണ്? ഫിസൂൽ ഖർജി ഔർ ദിഖാവ. എന്തൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പാടില്ലാത്തത്? പാഴ്ചെലവും ആഡംബരവും. ഫിസൂൽ ഖർജി, ദിഖാവ. ഫിസൂൽ ഖർജി പാഴ്ചെലവ്, ദിഖാവ ആഡംബരം. അടുത്ത ചോദ്യം നോക്കാം. ഹം അപ്പനെ ദേശ് ഓർ ദേശവാസിയോ സെ പ്യാർ കർത്തേ ഹൈ തോ കിസ്കാ മഹത്വ സമജ്നാ ചാഹിയെ? നമ്മൾ നമ്മുടെ രാജ്യത്തെയും രാജ്യത്തുള്ളവരെയും ദേശ് ഓർ ദേശവാസിയോ സെ പ്യാർ കർത്തേ ഹൈ തോ കിസ്കാ മഹത്വ സമജ്നാ ചാഹിയെ? നമ്മൾ എന്തിന്റെ മഹത്വമാണ് മനസ്സിലാക്കേണ്ടത്? അതെ, സാദഗി കാ മഹത്വം, ലാളിത്യത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഗാന്ധിജി രാജ്യത്തെയും രാജ്യത്തുള്ളവരെയും സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ സാദഗി കാ മഹത്വം, ലാളിത്യത്തിന്റെ മഹത്വം മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജി കെ മത് മേ ഹമേ കിസ് പ്രകാർ നാം കമാനാ ചാഹിയെ?
ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നമ്മൾ എങ്ങനെയാണ് പേര് സമ്പാദിക്കേണ്ടത്? ഗാന്ധിജി के अनुसार अपने विचारों और कर्मों से नाम कमाना चाहिए. ഗാന്ധിജി പറയുന്നത് നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയുമാണ് പേര് സമ്പാദിക്കേണ്ടത്, മഹത്വം നേടിയെടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ആഡംബരത്തിലൂടെയല്ല, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലൂടെയോ ആഭരണത്തിലൂടെയോ അല്ല നമ്മൾ നമ്മുടെ മഹത്വം മറ്റുള്ളവരെ അറിയിക്കേണ്ടത്. അത് നമ്മുടെ നല്ല ചിന്തകളിലൂടെയും നല്ല വിചാരങ്ങളിലൂടെയും നല്ല പ്രവർത്തികളിലൂടെയും ആയിരിക്കണം എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒരു ഡയറിയാണ്, ഗാന്ധിജി കി ഡയറി. ഔരത് കി ഹാലത് ദേഖ് കർ. അദ്ദേഹം മധുരയിലേക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടിരുന്നു. ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം എഴുതിയ ഡയറിയാണ് നമ്മളിവിടെ നമ്മുടെ സ്വന്തം ഭാവനയിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നോക്കാം. താരീഖ്. ഡയറി എഴുതുമ്പോൾ എപ്പോഴും തീയതി വെക്കണമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. आज मैं भाषण देने के लिए मदुरई जाते समय एक करुणामय दृश्य देखा. एक औरत तालाब में अपनी धोती धो रही थी. आधी धोती पहनती थी और बाकी आधी को धोती थी. फिर धुली हुई को पहन लेती थी और शेष को धोती थी. उसकी हालत देखकर मैं भीतर तक हिल गया. तुरंत मैंने अपने धोती तालाब में डालकर उस औरत तक पहुंचाए. हे भगवान, ऐसे भी गरीब लोग हैं इस देश में, लेकिन कितने लोग आज भी फिजूल खर्ची और दिखावा करते हैं. उसी समय मैंने एक ही धोती पहनने का संकल्प लिया. अभावों से विवश आम जनता की हालत सुधारने के लिए जीवन में हमें भी सादगी को अपनाना है. लगता है मेरे इस निर्णय से लोगों के मन में गरीबों की सेवा करने की भावना जगाए. आज का घटना मैं कैसे भूलूं. മനസ്സിലാകുമല്ലോ. നോക്കൂ, ഡയറിയിൽ അദ്ദേഹം പറയുന്നത്, आज मैं भाषण देने के लिए मदुरई जाते समय एक करुणामय दृश्य देखा. പ്രസംഗിക്കാനായി മധുരയിലേക്ക് പോകുമ്പോൾ വളരെ കരുണാർദ്രമായൊരു ദൃശ്യം ഞാൻ കണ്ടു. एक औरत तालाब में अपनी धोती धो रही थी. ഒരു സ്ത്രീ താലാബ് മേ കുളത്തിൽ അവരുടെ വസ്ത്രം കഴുകുന്നു. ആദി ധോത്തി പെഹൻതി ഥി ഓർ ബാക്കി ആദി കോ ധോത്തി ഥി. അവരെങ്ങനെയാണ് വസ്ത്രം കഴുകുന്നത് നമ്മൾ പാഠഭാഗത്തും പഠിച്ചതാണ്. പകുതി വസ്ത്രം ധരിക്കുന്നു, എന്നിട്ട് ബാക്കി ഭാഗം കഴുകുന്നു. അതിനുശേഷം കഴുകിയ ഭാഗം ധരിക്കുന്നു, അവശേഷിക്കുന്ന ഭാഗം കഴുകുന്നു. ഫിർ ധുലി ഹുയി കോ പെഹൻ ലേത്തി ഥി ഓർ ശേഷ് കോ ധോത്തി ഥി. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വളരെയധികം വേദനിച്ചു. തുരന്ത് മേനെ അപ്പനി ധോത്തി താലാബ് മേ ഡാൽക്കർ ഉസ് ഔരത് തക് പഹുഞ്ചായെ. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു മുണ്ട് കുളത്തിലൂടെ അവരുടെ അടുത്ത് വരെ എത്തിച്ചു. ഹേ ഭഗവാൻ, ഏസേ ഭി ഗരീബ് ലോഗ് ഹേ. ഈശ്വര, ഇത്രയും ദരിദ്രരായ ആളുകളോ, ഈസ് ദേശ് മേം, ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇത്രയും ദരിദ്രരായ ആളുകളോ. ലേക്കിൻ കിത്തനെ ലോഗ് ആജ് ഫി ഫിസൂൽ ഖർജി ഓർ ദിഖാവ കർത്തേ ഹേ. എന്നിട്ടും നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകളാണ് ഫിസൂൽ ഖർജി ദിഖാവ കർത്തേ ഹേ, പാഴ്ചിലവും ആഡംബരവും കാണിക്കുന്നത്. ഉസി സമയം മേനെ ഏക് ഹി ധോത്തി പഹന്നെ കാ സങ്കല്പ ലിയ. ആ സമയത്ത് തന്നെ ഞാൻ ഇനി ജീവിതത്തിൽ ഒരു മുണ്ട് മാത്രം ധരിക്കും എന്ന ദൃഢനിശ്ചയമെടുത്തു. അഭാവോ സെ വിവശാം ജനതാ കി ഹാലത് സുധാർനെ കെ ലിയെ. കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ നേരെയാക്കാൻ ജീവൻ മേ ഹമേ ഭി സാദഗി കോ അപ്നാനാ ഹേ. ജീവിതത്തിൽ നമ്മളും ലാളിത്യം സ്വീകരിക്കണം. അഭാവോ സെ വിവശ്, ഇല്ലായ്മകളിൽ കഷ്ടപ്പെടുന്ന ആം ജനത, സാധാരണ ജനങ്ങളുടെ ഹാലത്ത്, അവസ്ഥ, സുധാരണയ്ക്ക് നേരെയാക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലാളിത്യത്തെ സ്വീകരിക്കണം. लगता है मेरे इस निर्णय से लोगों के मन में गरीबों की सेवा करने की भावना जगाए. എൻ്റെ ഈ തീരുമാനത്തിലൂടെ ആളുകളുടെ മനസ്സിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സന്മനസ് ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ചിന്ത മറ്റുള്ളവരിൽ ഉണർത്തണമേ എന്നാണ് ഞാൻ എൻ്റെ ഈ തീരുമാനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ആജിക ഘടന മേം കൈസേ ഭൂലും. ഇന്ന് നടന്ന സംഭവം ഞാൻ എങ്ങനെയാണ് മറക്കുക. അപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിന് വളരെയധികം സ്വാധീനിച്ച ഒരു സംഭവം എന്ന നിലയിലാണ് നമ്മുടെ ഭാവനയിലൂടെ എഴുതിയ ഈ ഡയറി തയ്യാറാക്കിയിരിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ലേഖാണ്, ഒരു ലേഖനമാണ് ജീവൻമേം സാധകി കാ മഹത്വ. ജീവിതത്തിൽ ലാളിത്യത്തിന്റെ മഹത്വം, സാധകി ലാളിത്യം, ലാളിത്യത്തിന്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസമാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, ജീവൻമേ സാധകി കാ ബഡാ മഹത്വ ഹേ, ജീവിതത്തിൽ ലാളിത്യത്തിന് വലിയ മഹത്വമുണ്ട്. ജീവൻമേ ഉത്തം ആദർശോं का പാലൻ സാധാ ജീവൻ സേ ഹി ഹോ സക്തേ ഹേ, ജീവിതത്തിൽ ഉത്തമ ആദർശങ്ങൾ പാലിക്കുന്നതിന് അല്ലെങ്കിൽ നല്ല ആദർശങ്ങൾ പിന്തുടരുന്നതിന് സാധാ ജീവൻ അല്ലെങ്കിൽ ലളിത ജീവിതം ആവശ്യമാണ്. ഗാന്ധിജി കെ ജീവൻ ഇസ്കാ ഉദാഹരൺ ഹേ, ഇതിന് ഉദാഹരണമാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിതം. സമാജ് മേ കുച്ച് ലോഗ് ബഹുത് ധനിക് ഹൈം, സമൂഹത്തില് കുറച്ച് ആളുകൾ നല്ല ധനികരാണ്. ലേക്കിൻ ശേഷ് ലോഗ് ആജ് ഭി അത്യധിക ഗരീബി മേം രഹിനെ വാലേ ഹൈം, പക്ഷെ അവശേഷിക്കുന്നവരോ ഇന്നും അത്യധികം ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. സമൂഹത്തിൽ കുറച്ച് ആളുകൾ സമ്പന്നരായിരിക്കാം, ബാക്കിയുള്ള ഭൂരിഭാഗം പേരും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. അമീർ ലോഗ് ബഡി സുഖ സുവിധാओं के साथ आडंबर का जीवन बिताते समय गरीब लोग कष्टताओं का जीवन बिताते हैं. അമീർ ലോഗ്, സമ്പന്നരായ ആളുകൾ, ബഡി സുഖ സുവിധാओं के साथ, വലിയ സുഖ സൗകര്യങ്ങളോടെ, ആഡംബർ കാ ജീവൻ ബിതാത്തേ സമയം, ആഡംബരത്തോടെ ജീവിതം നയിക്കുമ്പോൾ പാവപ്പെട്ട ആളുകളാണെങ്കിലോ കഷ്ടതാവുമേ ജീവൻ ബിതാത്തേ ഹേം, കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലുമാണ് ജീവിതം നയിക്കുന്നത്. ऐसी हालत में सादा जीवन बिताने का महत्व बढ़ता जा रहे. ऐसी हालत में, ഈ അവസ്ഥയില് സാധാ ജീവൻ ബിതാനെ കാ മഹത്വ, ലളിത ജീവിതം അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യം ബഡ്താ ജാ രഹാ ഹേ, വർദ്ധിച്ചു വരികയാണ്. അതായത് ജീവിതത്തിൽ ലാളിത്യത്തിന്റെ മഹത്വം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പാവപ്പെട്ടവരും പണക്കാരനും തമ്മിലുള്ള അന്തരം, വ്യത്യാസം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ലളിത ജീവിതത്തിന്റെ മഹത്വവും വർദ്ധിക്കുകയാണ്. ഹമേ ഫിസൂൽ ഖർജി ഓർ ദിഖാവ നഹീ കർണാ ചാഹിയെ, നമ്മൾ എന്ത് ചെയ്യരുത്? ഫിസൂൽ ഖർജി ഓർ ദിഖാവ, പാഴ്ചിലവും ആഡംബരവും കാണിക്കരുത്. ഹമാരെ രാഷ്ട്രപിതാ ഗാന്ധിജി അത്യധിക സാധകി കാ ജീവൻ ബിതാനെ വാലേ ഥേ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അത്യധികം ലാളിത്യം നിറഞ്ഞ ജീവിതമാണ് നയിച്ചിരുന്നത്. വേക്ക് ധോത്തി പെഹൻതേ ഥേ, അദ്ദേഹം ഒരൊറ്റ മുണ്ട് മാത്രമാണ് ഉടുത്തിരുന്നത്. അവർ പെൻസിൽ സേ ലിഖ്തേ ഥേ, പെൻസിൽ കൊണ്ടാണ് എഴുതിയിരുന്നത്. സാധകി ഓർ ഉच्च വിചാർ കാ ആദർശ സഫലത കി കസൗട്ടി ഹേ, ലാളിത്യം, ഉയർന്ന ചിന്ത എന്നീ ആദർശങ്ങൾ ജീവിത വിജയത്തിന്റെ കസൗട്ടി, ചവിട്ടുപടിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ലഘു ഉപന്യാസം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഭാഷണാണ്. ഭാഷൻ എന്ന് പറഞ്ഞാൽ പ്രസംഗം. ഭാഷന്റെ വിഷയം തന്നിട്ടുണ്ട്, പ്രസംഗത്തിന്റെ വിഷയം തന്നിട്ടുണ്ട്. മേരാ ജീവൻ ഹി മേരാ സന്ദേശ് ഹേ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ആദർശത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മളൊരു പ്രസംഗം തയ്യാറാക്കുകയാണ്. നോക്കാം. മാനനീയ അധ്യക്ഷ, ആദരണീയ ഗുരുജനവും ഔർ മേരെ പ്യാരെ സാഥിയോം സബ്കോ സാദർ പ്രണാം. നമ്മൾ ആദ്യം സദസ്സിൽ ഇരിക്കുന്നവർക്ക് അഭിവാദ്യം പറയും, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മാനനീയ അധ്യക്ഷൻ, ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ ഗുരുക്കന്മാരെ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പ്രണാമം. मैं आपके सामने हमारे राष्ट्रपिता महात्मा गांधी के प्रसिद्ध कथन मेरा जीवन ही मेरा संदेश है विषय पर एक छोटा सा भाषण करने जा रहा हूं അല്ലെങ്കിൽ रही हूं. നോക്കൂ, ഞാൻ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധമായ ഡയലോഗ് കഥൻ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന വിഷയത്തിൽ ഒരു ചെറിയ പ്രസംഗമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ രഹാഹെ എന്നും, പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ രഹീഹും എന്നും പറയണം. अक्टूबर 1871 को गुजरात के पोरबंदर में जन्मे मोहनदास करमचंद गांधी बचपन से ही सत्यनिष्ठ का प्रण लिया. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കുട്ടിക്കാലത്ത് തന്നെ സത്യം മാത്രമേ പറയൂ എന്ന ദൃഢനിശ്ചയമെടുത്തു. അവർ ജീവൻ ഭർ ഉസ്കാ പാലൻ കർത്തേ രഹേ, അങ്ങനെ ദൃഢനിശ്ചയം എടുക്കുക മാത്രമല്ല ചെയ്തത്,
ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതിജ്ഞ പാലിക്കുകയും ചെയ്തു. ഓക്കെ, വേ കഹത്തെ ഥേ മേരാ ധർമ്മ സത്യ ഔർ അഹിംസ പർ ആധാരിത ഹെ. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മതം സത്യത്തിലും അഹിംസയിലും അടിസ്ഥാനമാക്കിയുള്ളതാണ്. സത്യ മേരാ ഈശ്വരീയ ഓർ അഹിംസ ഉസേ പാനെ കാ സാധന. നോക്കൂ, സത്യം എന്ന് പറയുന്നത് ഈശ്വരനും അഹിംസ എന്ന് പറയുന്നത് ആ ഈശ്വരനെ നേടിയെടുക്കാനുള്ള പ്രാർത്ഥനയുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാരത് കി ഗരീബോं की हालत सुधारने के लिए उन्होंने सादगी को अपनाया. ഭാരതത്തിലെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ നേരെയാക്കുന്നതിന് വേണ്ടി സുധാരണെ കെ ലിയെ ഉन्होंने അദ്ദേഹം സാദഗി കോ അപ്പനായ, ലാളിത്യത്തെ സ്വീകരിച്ചു. മഹാൻ ശക്തിശാലി ब्रिटिश साम्राज्य से अपने अहिंसा और सत्याग्रह के जरिए हमें स्वतंत्रता दिलाए. മഹാൻ ശക്തിശാലിയായ അല്ലെങ്കിൽ വലിയ ശക്തിശാലികളായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ തന്റെ അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും അദ്ദേഹം നേരിടുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു. ഗാന്ധിജി കോ കൈസെ ഭൂലും, ആ ഗാന്ധിജിയെ നമ്മൾ എങ്ങനെ മറക്കും? അപ്നെ സോച്ച് വ്യവഹാർ ഓർ കർമ്മോं के जरिए वे एक साधारण व्यक्ति से भी महात्मा बने. തന്റെ ചിന്തകളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, പ്രവർത്തികളിലൂടെ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയേക്കാൾ വലിയ മഹാത്മാവായി മാറി. ഐൻസ്റ്റീനെ ഠീക്ക് ഹി കഹാദ, ഐൻസ്റ്റീൻ പറഞ്ഞത് ശരിയാണ്. ആനെ വാലെ പീട്ടി ബഡി കഠിനായി സേ വിശ്വാസ് കരേഗി, വരും തലമുറ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. എന്തെന്നാൽ കി ഇസ് പ്രകാർ കാ കോയി രക്ത് മാംസ് വാല പുരുഷ ഇസ് ദുനിയാമേ ജീവിത് രഹാ ഥാ. ഇത്തരത്തിൽ രക്തമാംസങ്ങളുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വ്യക്തി ലോകത്ത് ജീവിച്ചിരുന്നു എന്ന്, ഗാന്ധിജിയെ പോലൊരു വ്യക്തി ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്ന ഐൻസ്റ്റീന്റെ പ്രസ്താവന എത്ര ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഗാന്ധിജി ജയ്സെ മഹാത്മാ ഹം ഭാരതീയോं का श्रेय है. ഗാന്ധിജിയെ പോലൊരു മഹാത്മാവിന് ജന്മം നൽകിയതിലൂടെ നമ്മുടെ ഭാരതവും പുണ്യവതിയായി മാറുകയാണ്. അതിന്റെ യശസ് നമ്മോടൊപ്പം എല്ലാ കാലവും ഉണ്ടാകും. ഹമേ ഭി ഉസ്കെ ആദർശോं को സ്വീകാർ കർക്കെ, നമ്മളും ഗാന്ധിജിയുടെ ആദർശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഏക അച്ഛാ ഇൻസാൻ ബന്നാ ചാഹിയെ, നല്ലൊരു മനുഷ്യനായി തീരണം. ഇത്തനാ कहकर मैं अपना भाषण സമാപ്ത് കർത്താ ഹൂം. ധന്യവാദ്, നമസ്കാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പ്രസംഗം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രസംഗം തയ്യാറാക്കാം. പ്രസംഗം എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ സദസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പ്രസംഗം തയ്യാറാക്കാൻ. അപ്പോഴാണ് ശരിയായിട്ടുള്ള നല്ല പ്രസംഗം തയ്യാറാക്കാൻ കഴിയുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നോക്കൂ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വാർത്താലാപാണ്, ഒരു സംഭാഷണമാണ്. ആരൊക്കെ തമ്മിലാണ്? ഗാന്ധിജി ഓർ ഏക് ബच्चे के बीच, ഗാന്ധിജിയും ഒരു കുട്ടിയും തമ്മിലാണ് ഈ സംഭാഷണം നടക്കുന്നത്. ഗാന്ധിജിക്ക് പെൻ ചോരി ഹോ ഗയാ, इस समय एक बच्चे अपना पेंसिल देकर उनका मदद करता है. അല്ലെ, ഗാന്ധിജിയുടെ പേന മോഷണം പോകുമ്പോൾ ഒരു കുട്ടി പെൻസിൽ നൽകി അദ്ദേഹത്തെ സഹായിക്കുന്നു. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ആ കുട്ടിയും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ക്യാ ഹുവാ ബാബ ആപ് ഇത്തന ഉദാസ് ക്യോ, എന്തു പറ്റി അപ്പൂപ്പ, താങ്കൾ എന്താണ് ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത്? ഗാന്ധിജി ക്യാ കരും ബേട്ട, ഏക് പത്ര ലിഖിനാ താ പർ മേരാ പെൻ ചോരി ചലാ ഗയാ. എന്ത് പറയാനാ മകനെ, ഒരു എഴുത്ത് എഴുതണമായിരുന്നു, പക്ഷെ എന്റെ പേന മോഷണം പോയി. ബച്ച യഹീ കഹീ ഹോഗാ, ക്യാ ആപ്നെ ഇസെ അച്ഛി തരഹ ഢൂണ്ടാ, താങ്കൾ അത് നല്ലതുപോലെ നോക്കിയോ, പരിശോധിച്ചോ? ഗാന്ധിജി ഹാം ബേട്ട പെൻ കഹി നഹി, നോക്കി മോനെ, പക്ഷെ പേന എങ്ങും തന്നെ ഇല്ല. ബച്ച തോ ആപ് മേരാ പെൻസിൽ സേ ലിഖ് കർ ദേഖിയേ, അപ്പോൾ താങ്കൾ എന്റെ പെൻസിൽ കൊണ്ട് എഴുതി നോക്കൂ. ഗാന്ധിജി അരേ വാഹ്, ഇസ്സേ തോ അച്ഛാ ലിഖാ ജാത്താ ഹൈ, ഇതുകൊണ്ട് നല്ലതുപോലെ എഴുതാലോ. ഓർ സ്യാഹി വഗേര ഭർനെ കി ഝഞ്ചഡ് ഫി നഹി, മഷി മുതലായവ നിറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുമില്ല. ബച്ച ഠീക്ക് ഹേ ബാബ, ആപ് യഹ് പെൻസിൽ ആപ്കെ പാസ് ഹി രഖേം. ശരി അപ്പൂപ്പ, ഈ പേന താങ്കൾ തന്നെ ഈ പെൻസിൽ താങ്കൾ തന്നെ വെച്ചോളൂ. ഗാന്ധിജി ഠീക്ക് ഹേ ബേട്ട, ആജ് സെ മേം ഇസ് പെൻസിൽ സേ ഹി ലിഖേഗ, ഇന്നു മുതൽ ഞാൻ ഈ പെൻസിൽ കൊണ്ട് മാത്രം എഴുതും, ഇന്നു മുതൽ ഞാൻ ഈ പെൻസിൽ കൊണ്ട് എഴുതും. ബച്ച ആപ്കി മർസി, താങ്കളുടെ ഇഷ്ടം. അബ് മേ ജാത്താവും, ഇപ്പോൾ ഞാൻ പോകുന്നു.
गांधी जी ठीक है बेटा ശരി മകനെ मेरी मदद करने के लिए बहुत शुक्रिया എന്നെ സഹായിച്ചതിന് വളരെ നന്ദി. എങ്ങനെയുണ്ട്? നമ്മൾ വളരെ ലളിതമായിട്ട് എളുപ്പം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സംഭാഷണം തയ്യാറാക്കി അല്ലേ? അടുത്തതായിട്ട് വീണ്ടും കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. വേ ധീരെ ധീരെ ഗാന്ധി ബനെ ഇസ്കാ മത്ലബ് ക്യാ ഹേ? വേ ധീരെ ധീരെ ഗാന്ധി ബനെ, അദ്ദേഹം പതുക്കെ പതുക്കെ ഗാന്ധിജിയായി മാറി. എന്താണ് ഇതിന്റെ മത്ലബ്, ആശയം? अपने कर्मों से ही एक व्यक्ति महान बनता है, कोई भी एकाएक अपने आप महान नहीं बनते. गांधी जी पहले एक साधारण आदमी था, लेकिन उन्होंने अपने अनुभवों से अपने को गढ़ा और वे एक समाज सेवी बन गए. ऐसा परिवर्तन उनके जिंदगी में धीरे धीरे आया था. अपने कर्मों से व्यक्ति महान बनते, പ്രവർത്തികളിലൂടെയാണ് വ്യക്തി മഹാനായി മാറുന്നത്. ആരും ജനിക്കുമ്പോഴേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മഹത്വത്തിലേക്ക് എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ മഹാത്മാവായി മാറുന്നില്ല. ഗാന്ധിജിയും ഒരു സാധാരണ വ്യക്തിയായിരുന്നു. പക്ഷേ തന്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം സ്വയം പാകപ്പെടുത്തുകയും അങ്ങനെ ഒരു സാമൂഹിക സേവകനായി മാറുകയും പരിവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ഉണ്ടാകുകയുമാണ് ചെയ്തത്. അതാണ് ധീരെ ധീരെ ഗാന്ധി ബനെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. കിസ് ഘടന ഗാന്ധിജി കി വേഷഭൂഷാമേ പരിവർത്തൻ ലായ? ഏത് സംഭവമാണ് ഗാന്ധിജിയുടെ വസ്ത്രധാരണത്തിൽ മാറ്റം ഉണ്ടാക്കിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഏക് ബാർ ഗാന്ധിജി ഭാഷൺ ദേനെ കെ ലിയെ മധുരൈ ഗയേ. ഒരു പ്രാവശ്യം ഗാന്ധിജി പ്രസംഗിക്കാനായി മധുരയിലേക്ക് പോയി. വഹാം ഏക് ഔരത് കോ ദേഖ, അവിടെ വെച്ചൊരു സ്ത്രീയെ കണ്ടു. ജോ താലാബ് മേ അപ്പനി ധോത്തി ധോ രഹി തി, അവര് കുളത്തിൽ അവരുടെ വസ്ത്രം കഴുകുകയായിരുന്നു. ഇസ് പ്രകാർ ധോ രഹി തി, അവരെങ്ങനെയാണ് കഴുകുന്നത്? ആധി പെഹൻതി തി ഓർ ബാക്കി ആധി ധോത്തി തി. പകുതി കഴുകുന്നു, പകുതി വസ്ത്രം ധരിച്ചുകൊണ്ട് ബാക്കി പകുതി കഴുകുന്നു. ഫിർ ധുലി ഹുയി പെഹൻ ലേത്തി തി, എന്നിട്ട് കഴുകിയ ഭാഗം ധുലി ഹുയി പെഹൻ ലേത്തി തി ധരിക്കുന്നു. ശേഷ്കോ ധോത്തി തി, അവശേഷിച്ച ഭാഗം കഴുകുന്നു. ഇസ് ഘടന ने गांधी को गरीबी पर सोचने का विवश किया. ഈ സംഭവമാണ് ഗാന്ധിജിയെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വിവശ് കിയ പ്രേരിപ്പിച്ചത്. इससे उन्होंने एक धोती ही पहनने का फैसला ले लिया. അങ്ങനെ ഗാന്ധിജി ഒരു മുണ്ട് മാത്രം വസ്ത്രമാക്കാൻ തീരുമാനിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി സാദഗി സെ ജീവൻ ബിതാത്തെ, പാഠ്ഭാഗ് സെ ഏക് ഉദാഹരൺ പേഷ് കരെ. ഗാന്ധിജി ലാളിത്യത്തോടെയുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. പാഠഭാഗത്തിൽ നിന്നൊരു ഉദാഹരണം അവതരിപ്പിക്കുക. ഏതാണ്? ഗാന്ധിജി ഏക് ബഡിയാ പെൻ, ഗാന്ധിജി കാ ബഡിയാ പെൻ ഏക് ദിൻ ചോരി ചലാ ഗയ. ഗാന്ധിജിയുടെ വിലപിടിപ്പുള്ള പേന ഒരു ദിവസം മോഷണം പോയി. तब से एक बच्चे ने दी गई पेंसिल से इन्होंने लिखना शुरू किया. അപ്പോൾ മുതൽ ഒരു കുട്ടി നൽകിയ പെൻസിൽ കൊണ്ട് അദ്ദേഹം എഴുതാനായി തുടങ്ങി. ലിഖത്തെ ലിഖത്തെ പെൻസിൽ ചോട്ടി ഹോ ഗയേ. എഴുതി എഴുതി പെൻസിൽ ചെറുതാകുമ്പോൾ ഉन्होंने कागज की भोंगली लगाकर धागे से बांध कर लिखते. പേപ്പർ ചുരുൾ വെച്ച് അതിനെ നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷം എഴുതിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ലാളിത്യവും മിതവ്യയവും എടുത്തു കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് അല്ലെ? അപ്പോൾ കൂട്ടുകാരെ, ഗാന്ധിജി കൈസേ ബനെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും വർക്ക്ഷീറ്റിൽ വന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ നോട്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി നോട്ട് പരിശോധിച്ച് നോക്കാം, വായിച്ചു നോക്കാം, എഴുതിയെടുക്കാം. സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. അതേപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോവല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗവുമായിട്ട് പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, നമസ്കാരം.